നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ദിവസമാണ്. പതിനായിരക്കണക്കിന് ആൾക്കാർ, വനിതകൾ എത്തിച്ചേരുന്ന ആറ്റുകാൽ പൊങ്കാല ദിവസം. ആ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ള പ്രവർത്തികൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് കുടിവെള്ളമാണ്. ഈ കുടിവെള്ളം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അതിനുവേണ്ടിയുള്ള ചില നടപടികൾ BJP നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ചെയ്തു. 107ഓളം ടാങ്കർ ലോറികൾ പല ഭാഗത്തുനിന്നായിട്ട് തിരുവനന്തപുരം നഗരത്തിലെത്തിച്ചു. കാലേക്കൂട്ടി തന്നെ ആറ്റുകാലും പരിസര പ്രദേശങ്ങളിലും പൊങ്കാലയിലേക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിനും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള റോഡുകളും മറ്റ് സൗകര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ കാലേക്കൂട്ടി തന്നെ ആരംഭിച്ചു. ഇത്തരത്തിൽ എല്ലാം കുറ്റമറ്റ രീതിയിൽ ആറ്റുകാൽ പൊങ്കാല നടക്കുമെന്നുള്ള സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ് ആറ്റുകാൽ പൊങ്കാലയും അതിനോടനുബന്ധിച്ചുള്ള മേഖലകളിലുമൊക്കെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് അതിക്രൂരമായിട്ടുള്ള ഒരു പരിശ്രമം ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് മന്ത്രിയുടെ വീട്ടിലേക്കല്ല ഈ സമരവുമായിട്ട് എത്തുന്നത്. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, മണക്കാടും അതോടൊപ്പം തന്നെ ആറ്റുകാലും ഫോർട്ടിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ, അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ, അവിടുത്തെ മറ്റ് ജനവിഭാഗങ്ങൾ അതാത് മേഖലകളിലെ വാട്ടർ അതോറിറ്റികളുടെ ഓഫീസുകൾക്ക് നേരെ ഒക്കെ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റത്തെ ക്രൂരതയാണ് എന്ന് പിണറായി വിജയനോട് ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാലയെ അട്ടിമറിക്കാനുള്ള എന്തെങ്കിലും നീക്കമാണ് പിണറായി വിജയൻ സർക്കാർ ഈ കുടിവെള്ളം മുട്ടിക്കുന്നതിലൂടെ ആറ്റുകാലും പരിസര പ്രദേശത്തും തിരുവനന്തപുരം നഗരത്തിലും കുടിവെള്ളം മുട്ടിക്കുന്നതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ നാശം കൊണ്ട് മാത്രമേ നിങ്ങളുടെ ഈ പണി അവസാനിപ്പിക്കൂ എന്ന് ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ആറ്റുകാൽ എന്ന് പറയുന്നത് ഈ നാടിന്റെ ഒരു ആരാധനാക്രമത്തിന്റെ ഭാഗമാണ്. ഈ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ജനകീയ ഉത്സവമാണ്. അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമാണ് ഇത്തരത്തിലുള്ള പൊങ്കാല മഹോത്സവം. ആ പൊങ്കാല മഹോത്സവത്തെ ജാതിക്കും മതത്തിനും അതീതമായിട്ട് ഈ തിരുവനന്തപുരം നഗരത്തിലെ പൗരാവലി മുഴുവൻ വനിതകൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ വീടുകളും അവരുടെ കോമ്പൗണ്ടുകളും അവരുടെ വീടുകളും തുറന്നിട്ടുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും ഇതുമായിട്ട് സന്തോഷത്തോടുകൂടി അതിൽ പങ്കാളിയായിക്കൊണ്ട് ഒരു ജനകീയമായിട്ടുള്ള ആഘോഷമായിട്ട്, ഉത്സവമായിട്ട്, ആചാരമായിട്ട്, അനുഷ്ഠാനമായിട്ട് നടത്തി വരുന്നതാണ് ആറ്റുകാൽ പൊങ്കാല. ആ ആറ്റുകാൽ പൊങ്കാലയെ തടസ്സപ്പെടുത്താൻ, അതിനെതിരായിട്ട് അവിടെ കുടിവെള്ളം മുട്ടിക്കാൻ ഒരു സർക്കാർ തന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല, ഈ തിരുവനന്തപുരത്തെ ലക്ഷോപലക്ഷം വരുന്ന പൗരന്മാർ, ഈ തിരുവനന്തപുരത്തെ ലക്ഷോപലക്ഷം വരുന്ന ജനത അതിനെതിരെ രംഗത്ത് വരുമെന്ന് പിണറായി വിജയനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായിട്ട് തടസ്സപ്പെടുത്തിയിരിക്കുന്ന കുടിവെള്ളം ഈ തിരുവനന്തപുരത്തിന് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം 107 ടാങ്കർ ലോറികൾ ഞങ്ങൾ ഇറക്കി. ആ 107 ടാങ്കർ ലോറികൾക്ക് വേണ്ടിയുള്ള കുടിവെള്ളം തരേണ്ടത് തിരുവനന്തപുരം നഗരത്തിന് കുടിവെള്ള സംഭരണ ശേഷി ഇവിടുത്തെ സംസ്ഥാന സർക്കാരാണ് നൽകേണ്ടത്. ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയും അതുമായി ബന്ധപ്പെട്ട ഏജൻസികളുമാണ് കുടിവെള്ളം നൽകേണ്ടത്. ആ ടാങ്കുകളിലേക്ക് ഉപയോഗിക്കേണ്ട കുടിവെള്ളം നൽകേണ്ടത്. ഞങ്ങൾ ഓരോ വാർഡുകളിലും രാഷ്ട്രീയ ഭേദമന്യേ, കമ്മ്യൂണിസ്റ്റുകാരുടെ വാർഡാണെങ്കിലും കോൺഗ്രസുകാരുടെ വാർഡാണെങ്കിലും BJPയുടെ വാർഡാണെങ്കിലും എല്ലാ വാർഡിനും ഒരു ടാങ്കർ എന്ന നിലയിൽ ലഭ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം നഗരസഭ. ആ ടാങ്കറുകളിൽ സൗജന്യമായിട്ടാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ബൃഹത്തായിട്ടുള്ള പദ്ധതി തിരുവനന്തപുരം നഗരത്തിൽ ആദ്യമായിട്ടാണ് നടപ്പാക്കിയിരിക്കുന്നത് എന്നുള്ളതിൽ ഭാരതീയ ജനതാ പാർട്ടി അഭിമാനം കൊള്ളുകയാണ്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിൽ വെള്ളം കൊടുക്കാതെ ഞങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിച്ച ടാങ്കർ ലോറികൾ ഓരോ വാർഡുകളിലും എത്തുമ്പോൾ അതിൽ ഉൾപ്പെടുത്താനുള്ള വെള്ളം കൊടുക്കാതെ അതിനെ അട്ടിമറിക്കാനാണ് ഇവിടത്തെ മന്ത്രി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അങ്ങേയറ്റത്തെ വിഷമകരമായിട്ടുള്ള അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ സമരമാണ്. ഈ സമരം ഇന്ന് മന്ത്രിയുടെ വീട്ടിന്റെ പടിക്കൽ നടത്തിയത് ഒരു സൂചനയാണ്. ഇന്നുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം.
കഴിഞ്ഞ 10 ദിവസമായിട്ട് കുടിവെള്ളം കിട്ടാതെ കിടക്കുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ മന്ത്രി അടിയന്തരമായിട്ട് ഇടപെട്ട്, മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഇടപെട്ട് ഇന്ന് തന്നെ അതിന് പരിഹാരം കാണണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അതിന് തയ്യാറായില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിശക്തമായിട്ടുള്ള ജനകീയ സമരം ഈ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾ പറയാം, മുമ്പ് ഇവിടെ ചില ആൾക്കാർ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് ഇവിടെ കുടിവെള്ളമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പിണറായി വിജയൻ വിചാരിച്ചാൽ ഈ ആറ്റുകാലിന്റെ പൊങ്കാലയെ തടസ്സപ്പെടുത്തി കളയാമെന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളുടെ വാട്ടർ അതോറിറ്റി കുടിവെള്ളം കൊടുക്കാതിരുന്നാൽ ആറ്റുകാലിൽ വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ പൊങ്കാലയിടാതെ പോകുമെന്നൊന്നും പിണറായി വിജയ, ഇവിടുത്തെ മാടമ്പി കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങൾ ആരും കരുതണ്ട. ഇവിടെ വരുന്ന ഒരു അമ്മമാർക്കും ഒരു സഹോദരിക്ക് പോലും വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ ഇവിടെ പൊങ്കാലയിടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും ഇവിടത്തെ ഭക്തജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് എത്ര വെള്ളം വേണോ ഈ ആറ്റുകാലിൽ കൊണ്ടുവന്ന് ഇവിടത്തെ ഭക്തജനങ്ങൾക്ക് സുഗമമായിട്ട് പൊങ്കാലയിടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നേക്ക് 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു അവസ്ഥ ഇവിടുത്തെ ഭരണകൂടം ഉണ്ടാക്കിയിരുന്നത് തിരുവനന്തപുരം നഗരവാസികൾ മറന്നിട്ടില്ല. ആ സമയത്ത് ഈ തിരുവനന്തപുരത്തിന്റെയും കൊല്ലത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് വാഹനങ്ങളിൽ കുടിവെള്ളവുമായിട്ട് വന്ന് ഇവിടെ വന്ന് ലക്ഷോപലക്ഷം വരുന്ന ഭക്തർക്ക് കുടിവെള്ളം നൽകിയിട്ടുള്ള ഒരു പാരമ്പര്യം ഈ തിരുവനന്തപുരത്തെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്ന് പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് കുടിവെള്ളം മുട്ടിപ്പിച്ച് ഈ ആറ്റുകാലിന്റെ പവിത്രതയെ തകർക്കാമെന്നാണ് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചതുപോലെ പിണറായി വിജയനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ശ്രമിക്കുന്നതെങ്കിൽ ഇത് തീക്കളിയാണ്. ഇതിനെ ചെറുക്കാൻ, തടുക്കാൻ, തോൽപ്പിക്കാൻ ഈ തിരുവനന്തപുരത്തെ ഭാരതീയ ജനതാ പാർട്ടിക്കും ഇവിടുത്തെ വിശ്വാസികൾക്കും സാധിക്കുമെന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഇതിന് പരിഹാരം കാണാൻ ഈ സർക്കാർ തയ്യാറാകണം. തയ്യാറായില്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. തിരുവനന്തപുരം നഗരസഭയുടെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനാണ് പിണറായി വിജയന്റെ നീക്കമെങ്കിൽ പിണറായി വിജയ കണ്ടോളൂ. ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരം നഗരസഭയിലാണ് താമരക്കൊടി ഉയർത്തിയതെങ്കിൽ നാളെ നിങ്ങൾ വാണരുളുന്ന സെക്രട്ടേറിയറ്റിൽ താമരക്കൊടി ഉയർത്താനുള്ള ദിവസങ്ങളാണ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. അതുകൊണ്ട് ഈ കളി വേണ്ട. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കം വേണ്ട. ഈ ആറ്റുകാൽ പൊങ്കാലയെ അട്ടിമറിക്കാനുള്ള നീക്കം വേണ്ട. ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തെ അട്ടിമറിക്കാനുള്ള നീക്കം വേണ്ട. ആ നീക്കങ്ങളെല്ലാം അവസാനിപ്പിച്ച് ആറ്റുകാലും തിരുവനന്തപുരം നഗരത്തിലും സ്വസ്ഥമായിട്ട് സ്വച്ഛന്തമായിട്ട് കുടിവെള്ളം കിട്ടാൻ പറ്റുന്ന സാഹചര്യം ഇന്നു മുതൽ ഉണ്ടാക്കണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കിനിടയിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ, പ്രത്യേകിച്ച് വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വന്നിട്ട് ഈ സമരരംഗത്തിറങ്ങിയതിന്റെ സൂചനയുടെ ഗൗരവം അധികാരികൾ വേണ്ടവണ്ണം മനസ്സിലാക്കുക. ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വെള്ളത്തിനായിട്ട് തീ പടർത്തുന്ന സമരം ഈ തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ജയ് ഭാരത് മാതാ. വെള്ളം തായോ, വെള്ളം തായോ, വെള്ളം തായോ, വെള്ളം തായോ, വെള്ളം തായോ സർക്കാരെ, വെള്ളം തായോ സർക്കാരെ. ഇന്നീ സമരം സൂചന മാത്രം, ഇന്നീ സമരം സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ ഭാവം മാറും, സമരത്തിന്റെ ഭാവം മാറും. പ്രതിഷേധം, പ്രതിഷേധം. എവിടെ പോയി റോഷി അഗസ്റ്റിൻ? എവിടെ പോയി റോഷി അഗസ്റ്റിൻ? എവിടെ പോയി MLA-മാർ? എവിടെ പോയി MLA-മാർ? തിരുവനന്തപുരത്തെ വെള്ളമില്ല, തിരുവനന്തപുരത്തെ വെള്ളമില്ല. 10 ദിവസമായി വെള്ളമില്ല, 10 ദിവസമായി വെള്ളമില്ല. ആറ്റുകാലിൽ പൊങ്കാല. ഈ സമരം സൂചന മാത്രം. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ രൂപം മാറും. പ്രതിഷേധം, 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 പ്രതിഷേധം.